എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കോളേജിൽ ജോയിൻ ചെയ്തവരുടെയും ജോയിൻ ചെയ്യാത്തവരുടെയും അലോട്ടഡ് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ സീറ്റ് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. എത്ര പേരാണ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തത്, എത്ര സീറ്റ്സാണ് വേക്കൻറ്റ് എന്നിങ്ങനെ നമുക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. GNMനാകെ 2 മെയിൻ അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്. ആ 2 മെയിൻ അലോട്ട്മെൻറ്റ്സും കഴിഞ്ഞു. ഇനി വേക്കൻറ്റ് സീറ്റ്സ് വല്ലതും ഉണ്ടെങ്കിലാണ് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റ് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അലോട്ടഡ് ലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. അലോട്ടഡ് ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ LBS, GNM ആൻഡ് ANMൻ്റെ സൈറ്റിൽ ടോപ്പിലെ 3 ലൈൻസിൽ അലോട്ടഡ് ലിസ്റ്റ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് കോഴ്സാണ് വേണ്ടത് സെലക്ട് ചെയ്യുക, ഏത് കോളേജാണ് വേണ്ടുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതിൻ്റെ അലോട്ടഡ് ലിസ്റ്റാണ്. അതിൽ ടിക്ക് ഇട്ടിരിക്കുന്നത് എന്താണ്, ആ സീറ്റ് ഓൾറെഡി ഫിൽഡ് ആണ്. ആ കാൻഡിഡേറ്റ് ആ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ സീറ്റ്സ് ഫിൽഡ് ആണ്. പിന്നെ ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നതാണ് എന്താണ്, വേക്കൻറ്റ് സീറ്റ്സ്. എങ്ങനെയാണ് സീറ്റ് വേക്കൻസി വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എന്താണ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്, ആ സീറ്റ്സ് അവിടെ വേക്കൻറ്റ് ആവുകയും അങ്ങനെയുള്ള വേക്കൻറ്റ് സീറ്റ്സ് ഒക്കെ നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ എന്താണ് പരിഗണിക്കുകയും ചെയ്യും. ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നെ എന്താണ്, അലോട്ട്മെൻറ്റ്സ് അതായത് വേക്കൻറ്റ് സീറ്റ്സ് എല്ലാം ഫിൽ ആവുന്നത് വരെ ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ കോളേജസിലും നോക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും എത്ര വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ട്, എത്ര സീറ്റ്സ് ഒക്കെ ഫിൽഡ് ആണെന്ന്. ഇനിയും അടുത്ത അലോട്ട്മെൻറ്റ്സ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, വേക്കൻറ്റ് സീറ്റ്സ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, LBS തേർഡ് അലോട്ട്മെൻ്റ് ആയിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ്സ് എന്താണ്, ഈ വേക്കൻറ്റ് സീറ്റ്സ് ഒക്കെ ഫിൽ ആവുന്നത് വരെ അലോട്ട്മെൻറ്റ്സ് നടക്കുന്നതായിരിക്കും. അത് നടക്കുന്ന അലോട്ട്മെൻറ്റ്സ് ഒക്കെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആയിരിക്കും. ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിലും എന്താണ് പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും എന്താണ്, GNMൻ്റെയും ANMൻ്റെയും എല്ലാ കോളേജസും ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ എത്ര വേക്കൻറ്റ് സീറ്റ്സ് ഉള്ളതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഈ ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നതാണ് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ. ടിക്ക് ഇട്ടിരിക്കുന്നതൊക്കെ ഫിൽ ആയിട്ടുള്ള സീറ്റാണ്. ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സീറ്റ് വേക്കൻസി ഈ അടിസ്ഥാനത്തിലാണ് കോളേജ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഫിൽ ആയിട്ടുള്ള സീറ്റ്സ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത്. സീറ്റ് വേക്കൻസി ഉള്ള കോളേജസ് നോക്കിയിട്ട് ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിൽ എന്താണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കണം. ഓരോ അലോട്ട്മെൻറ്റ്സ് കഴിയുന്തോറും എന്താണ് അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ്, ഇനി വല്ല സീറ്റ് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്സ് അല്ലാതെ തന്നെ കമ്മ്യൂണിറ്റി സീറ്റ്സ് വേക്കൻസി ഉണ്ട്. അതും കൂടെ നിങ്ങൾ നോക്കി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എങ്ങനെയാണ് വേക്കൻസി നോക്കുന്നതെന്ന് ഒരു കോളേജ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുന്നത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം ആണ്. അതിലെ വേക്കൻസി എന്നത് 10 സീറ്റ്സ് ആണ് അവിടെ വേക്കൻ്റ് ആയിട്ട് ഉള്ളത്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കോളേജസിനും ഇതേപോലെ തന്നെ വേക്കൻസി നോക്കണം. ഇനി എന്താണ്, അടുത്ത വേക്കൻസി നോക്കാം. ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കണ്ണൂർ, അത് എത്ര സീറ്റ്സ് വേക്കൻ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ 5 സീറ്റ്സ് ആണ് വേക്കൻ്റ് ആയിട്ട് ഉള്ളത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കണ്ണൂരിൽ. ഇങ്ങനെ നിങ്ങൾ ഓരോ കോളേജസിലും എത്ര സീറ്റ്സ് വീതമാണ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്കും പിന്നെ എന്താണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ ജോയിൻ ചെയ്തവർക്കും അടുത്ത അലോട്ട്മെൻറ്റിൽ എന്താണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് എന്താണ് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്താണ്, ആ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കോളേജ് ഓപ്ഷൻ വെച്ച കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ആ കോളേജിലോട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഞങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു. തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ സീറ്റ് ക്യാൻസൽ ആവുമോ എന്നൊരു ഡൗട്ട് വരാം. അതിൻ്റെ റിപ്ലൈ, അതായത് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവത്തില്ല. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവണമെങ്കിൽ പുതിയതായിട്ട് വേറൊരു കോളേജിൽ അലോട്ടഡ് ആയാൽ മാത്രമേ നേരത്തെയുള്ള സീറ്റ് ക്യാൻസൽ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. തേർഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റൊക്കെ പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാത്തവരുടെ സീറ്റ് എന്താണ് ക്യാൻസലായി പോയിട്ടുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുക. സോ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കോളേജ് ഓപ്ഷൻസ് കൊടുക്കുക. വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞതാണ്, വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാനാണ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കോളേജസിലെ വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ആവുന്നതുവരെ ഇനി അലോട്ട്മെൻറ്റ്സ് നടക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.